ചിതറ ഗ്രാമപഞ്ചായത്ത് 20 കുടുംബങ്ങൾക്ക് താമസിക്കാൻ നിർമ്മിച്ച ഫ്ളാറ്റ് നാശത്തിന്റെ വക്കിൽ. ചിതറ ചക്കമലയിലാണ് 1.5 കോടി രൂപ വിനിയോഗിച്ച് ഫ്ളാറ്റ് നിർമ്മിച്ചത്. ഹരിതകർമ്മസേനയുടെ മാലിന്യം തള്ളാനുള്ള കേന്ദ്രമാക്കി സമുച്ചയത്തെ മാറ്റിയെന്നും ആക്ഷേപമുണ്ട്. 2010 നിർമ്മാണം ആരംഭിച്ച് 2014 അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം നടത്തി ഫ്ളാറ്റിൽ കുടുംബങ്ങൾക്ക് താമസിക്കാൻ താക്കോൽ നൽകിയിരുന്നു. എന്നാൽ അനുബന്ധ സൗകര്യങ്ങൾ ലഭിക്കാത്തതിനാൽ തുടർന്ന് ആരും ഇവിടെ താമസിക്കാൻ തയ്യാറായില്ല. 2015 മുരളീധരൻ നായർ, ചിതറ മുരളി നേതൃത്വത്തിലാണ് ഒരു ഫ്ളാറ്റ് ഇവിടെ നിർമ്മിച്ചത്. അന്ന് നല്ല രീതിക്ക് പണി എല്ലാവർക്കും വാസയോഗ്യമാക്കി ഇട്ടതാണ് ഇവിടെ. പക്ഷെ അത് പിന്നീട് മാറി വന്ന ഭരണസമിതി കംപ്ലീറ്റ് ചെയ്ത് നശിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ മാലിന്യം കംപ്ലീറ്റ് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടുന്നത്. കോവിഡ് സമയത്ത് കോവിഡ് രോഗികളുടെ താമസ കേന്ദ്രമാക്കുകയും തുടർന്ന് വൈദ്യുതിയും കുടിവെള്ളവും ഇവിടെ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നാലുപാടും കാട് കയറി ഇടജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും വിഹാര രംഗമായി മാറിയിരിക്കുകയാണ് ഫ്ളാറ്റും സമുച്ചയവും. ഞങ്ങൾ 2 വയസ്സായ ആളുകൾ അവിടെ കിടക്കുമ്പോഴത്തേക്ക് പല അസുഖങ്ങളും ഉണ്ട്. കിഴറ്റിൻ്റെ അസുഖങ്ങളും ഉണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ ചികിത്സയിലാണ്. ഇപ്പോഴവരടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഒരു റൂമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, ബാക്കിയുള്ള റൂമുകളിൽ ഞങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും. 1/2 ഏക്കറോളം സ്ഥലത്ത് നിലകൊള്ളുന്ന ഈ 20 ഫ്ളാറ്റ് ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. നിലവിൽ 2.5 കോടി രൂപ ഇതുവരെ ഈ ഫ്ളാറ്റിന് ചെലവാക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഈ 2.5 കോടി രൂപ ഇത് സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഈ ചിതറ പഞ്ചായത്തിലെ ഭരണസമിതി ഈ ഫ്ളാറ്റ് നശിപ്പിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിനടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ LP സ്കൂളുണ്ട്. ഇതിന് ഓപ്പോസിറ്റ് ജുമാ മസ്ജിദാണ്. ഈ പ്രദേശത്ത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അധിവസിക്കുന്നതാണ്. ഈ വേസ്റ്റ് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളാണ്. പാവങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത ഈ ഫ്ളാറ്റ് ഇങ്ങനെ കിടന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭത്തിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറെടുത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.